ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്രാമവാസി. ഇന്നൊരു കുഞ്ഞു വീഡിയോയുമായാണ് ഗ്രാമവാസി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. മാലദ്വീപിലേക്ക് ഒരു 1 വീക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പോക്കറ്റ് കീറാതെ എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. അതിനു മുൻപായി ഫുലിദൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പേഴ്സണലായും കമന്റിലൂടെയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറഞ്ഞതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് തന്നെയാണ് എന്റെ ഊർജ്ജം. അതുകൊണ്ട് തന്നെ പുതിയ വിശേഷങ്ങളുമായി ഗ്രാമവാസി നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ യാത്രയെ പ്രണയിക്കുന്ന, കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫുലിദൂവിൽ 2 ദിവസത്തേക്ക് ഞാൻ റൂം ബുക്ക് ചെയ്തത് ഇവിടെയാണ്. Booking.comൽ 9.7 റേറ്റിംഗ് ഉള്ള മുറീദ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗസ്റ്റ് ഹൗസ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും മാലദ്വീപ് ആസ്വാദനത്തിനുള്ള സാധ്യത ഒരുക്കുന്നു. വളരെ പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയർ ആണ് ഇത്തരം ഐലൻഡ് ഗസ്റ്റ് ഹൗസുകളിൽ ലഭിക്കുക. മുറീദിന്റെ റിസപ്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം എത്തുന്നത്. 2 നിലകളിലായാണ് മുറീദ്. മുകളിലെ നിലയിൽ ബാൽക്കണി സൗകര്യമുണ്ട്. കടലിന്റെ വിശാലതയെ ബാൽക്കണിയിൽ നിന്നും കാണാൻ കഴിയുന്ന തരത്തിലാണ് അതിന്റെ നിർമ്മാണം. നിർഭാഗ്യവശാൽ ഞാൻ ഫുലിദൂവിലെത്തിയ ദിവസം മുറീദിൽ ബുക്കിംഗ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫാമിലി റൂമാണ് എനിക്ക് ലഭിച്ചത്. ഡീലക്സ് ഡബിൾ റൂം, ഫാമിലി റൂം എന്നിങ്ങനെ 2 കാറ്റഗറിയാണ് ഇവിടെയുള്ളത്. റൂമുകൾക്ക് ഡീസന്റ് ആയുള്ള വലുപ്പം നൽകിയിട്ടുണ്ട്. ഫാമിലിയോ ഗ്രൂപ്പോ ആയി വരുന്നവർക്ക് എക്സ്ട്രാ ബെഡിന് അഡീഷണൽ പേയ്മെന്റ് വേണ്ട എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടിയാണ്. ടേബിൾ വിത്ത് ചെയർ, കബോർഡ്സ് എന്നിവ സ്പേസ് ഒട്ടും നഷ്ടപ്പെടാതെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വാഷ് ഏരിയയുടെ അടുത്തായി ഹൈജീനിക്കായ ടോയ്ലറ്റ് സൗകര്യം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം വരുന്നത് 12 മണിക്കും പിറ്റേ ദിവസം 12 മണിക്ക് ചെക്കൗട്ടും എന്ന രീതിയിലാണ് ഫംഗ്ഷനിങ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവ മുറീദ് പ്രൊവൈഡ് ചെയ്യും. മുൻകൂട്ടി പറയുകയാണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി കേക്ക് എന്നിവ അറേഞ്ച് ചെയ്യുന്നു. പോരാത്തിന് ബാർബിക്യൂ സംവിധാനം ഇവിടെയുണ്ട്. റൂമിലിരുന്ന് ബോറടിച്ചു എന്ന് തോന്നിയാൽ പുറത്തേക്ക് ഇറങ്ങാം. മുറ്റത്തുള്ള മരത്തിൽ കെട്ടിയ ഊഞ്ഞാലിൽ ഇരുന്ന് അല്പനേരം റിലാക്സ് ചെയ്യാം. അതല്ല, സ്വിമ്മിങ്ങിൽ താല്പര്യമുള്ളവർക്ക് സ്നോർക്കലിംഗ് കിറ്റ് ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നു. മുറീദിൽ നിന്നും 50 മീറ്റർ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ബീച്ചിലേക്ക്. പ്രൈവറ്റ് ബീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിക്കിനി ബീച്ച് തന്നെയാണ്. 4 ദിവസം ഇങ്ങനെ മുറീദിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷന് വരുന്ന ചെലവ് എന്നത് 25,000 രൂപ മുതലാണ്. ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഐലൻഡ് റിസോർട്ടുകളിൽ 1,50,000 മുതലും വാട്ടർ വില്ലകളിൽ 1,85,000 മുതലും പല വേരിയന്റുകളിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഗസ്റ്റ് ഹൗസുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. സ്റ്റാർ കാറ്റഗറി അല്ല എങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് മാലദ്വീപിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. ഫുലിദൂവിലെ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.